നിനക്കായി ഭാഗം 3 തുടരുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ബാംഗ്ലൂർ നഗരം, ദ റോക്കിംഗ് സിറ്റി, നല്ലതിനും ചീത്തയ്ക്കും എല്ലാത്തിനും അവസാനമായ സ്ഥലം. അവിടെ ഔട്ട് ഓഫ് വൺ ആഡംബർ റിസോർട്ട്. വേൾഡ് വൈഡ് ടൂറിസ്റ്റുകൾ ബാംഗ്ലൂരിൽ വന്നാൽ മറ്റൊന്നും ചിന്തിക്കാതെ തിരഞ്ഞെടുക്കുന്ന റിസോർട്ട് ദ റെഗിയോസ്. അവിടെ ഏറ്റവും വളരെ നല്ല ഭംഗിയിൽ ശീതീകരിച്ച റൂം. അകത്തേക്ക് കടക്കുമ്പോൾ തന്നെ വല്ലാത്ത ശീൽക്കാരങ്ങൾ കേൾക്കാം. അതുകൊണ്ട് ഒരു പുരുഷനും 3 സ്ത്രീകളും. കണ്ടാൽ അറയ്ക്കുന്ന രംഗം. കാണാൻ ആരെയും മയക്കുന്ന വല്ലാത്തൊരു സൗന്ദര്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും നിറഞ്ഞ മുഖമായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെത്. അർദ്ധനഗ്നതയിൽ നിൽക്കുന്ന അവന് ചുറ്റും 3 സ്ത്രീകൾ പൂർണ്ണ നഗ്നതയിൽ തങ്ങളുടെ ശരീരം കൊണ്ട് അവനെ മോഹിപ്പിക്കാനുള്ള തിടുക്കത്തിൽ പലതും അവർ കാണിച്ചുകൊണ്ടിരുന്നു. സൗന്ദര്യം നിറഞ്ഞ ആ പെൺകുട്ടികളുടെ മുഖത്ത് ആ നിമിഷം നിറഞ്ഞു നിന്നത് കാമമായിരുന്നു. ഇരുവരും വല്ലാത്തൊരു ഭാവത്തോടെ അവനിലേക്ക് ചേരുമ്പോൾ ആ റൂമിൽ നിറഞ്ഞു നിന്നത് കാമത്തിന്റെ അങ്ങേയറ്റമായിരുന്നു. കണ്ടു നിൽക്കാൻ ആർക്കും സാധിക്കാത്ത അത്രയും വെറുപ്പും ഉളവാക്കുന്ന കാര്യങ്ങൾ. കാമത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. അവന്റെ നാവിൽ നിന്ന് മോശമായ വാക്കുകൾ വരാൻ തുടങ്ങും. അതിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവനെ പിന്നെയും അവരിലേക്ക് അടുപ്പിക്കുന്ന രീതിയിൽ ആ സ്ത്രീ ശരീരങ്ങൾ അവനായി നിന്നുകൊടുത്തു. സമയം കടന്നുപോയി. വളരെ മണിക്കൂറുകൾക്ക് ശേഷം അവൻ കണ്ണു തുറക്കുമ്പോൾ അന്ന് ചുറ്റും ആ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. വസ്ത്രങ്ങളൊന്നുമില്ലാതെ അവരെ അവൻ വെറുപ്പോടെ നോക്കി. "Get up, bitch." അവൻ അരികിൽ കിടക്കുന്നവരെ തട്ടി എഴുന്നേൽപ്പിച്ചു. അവർ അവനെ ലാസ്യഭാവത്തോടെ നോക്കി. അവൻ എന്നാൽ പുച്ഛത്തോടെ അവരെ നോക്കി "Get out." ഒപ്പം തന്നെ അറയ്ക്കുന്ന പലതരത്തിലുള്ള വാക്കുകൾ അവൻ അവരെ വിളിച്ചു. അത്രയും മുഖത്തടിച്ചതുപോലെ സംസാരിച്ചിട്ട് പോലും അവരിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. അവരവനെ നോക്കിക്കൊണ്ട് തന്നെ തങ്ങളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്തിട്ട് പുറത്തേക്ക് പോയി. ആ റൂം തുറക്കുമ്പോൾ തന്നെ വെളിയിലായി നിറയെ ബ്ലാക്ക് ആൻസ് കാവൽ നിൽപ്പുണ്ടായിരുന്നു. അതിലൊരുവൻ അവർക്കുള്ള പണം നൽകി. അവരത് വാങ്ങുകയും ചെയ്തു. അവർ പോയതും അകത്തു നിന്നൊരു ശബ്ദം കേട്ടു. ഉടനെ റൂം ബോയ്സ് അകത്ത് കയറുകയും 10 മിനിറ്റുള്ളിൽ അത് വൃത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇതേ സമയം അയാൾ അകത്ത് ഫ്രഷ് ആവുകയായിരുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ബെഡിൽ തന്നെ അവന് വേണ്ടി എടുത്തു വെച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്യൂട്ട് എടുത്തു ധരിച്ചു. ഒപ്പം വില കൂടിയ വാച്ച്, കഴുത്തിൽ നേർത്ത ചെയിൻ, റയറായിട്ടുള്ള പെർഫ്യൂം കൂടെ ധരിച്ചത് അവൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. പുറത്തെ അവന്റെ ടീംസ് ഇപ്പോഴും അവനെ കാത്തു നിൽക്കുകയാണ്, 1 ഇഞ്ച് അനങ്ങാതെ. പെട്ടെന്നാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. ആ നിമിഷം തന്നെ അവർ എല്ലാവരും അവന് പുറകെയായി ഫോളോ ചെയ്തു. ആരെയും കൂസാതെ മുഖത്തേക്ക് ഒരു സൺഗ്ലാസ് വെച്ച് സ്റ്റൈലിൽ നടന്നുകൊണ്ടുള്ള അവന്റെ നടത്തം പല പെൺകുട്ടികളും കൊതിയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് അധർവ്നാഥ്, AK ഗ്രൂപ്പിന്റെ ഓണർ. ആരും എത്തിച്ചെല്ലാത്ത ബിസിനസ് തലങ്ങൾ കീഴടക്കുന്നവൻ. പലരുടെയും തലവേദനയും പേടി സ്വപ്നവുമായിരുന്നു. രംഗം 2. ജീവന്റെ കോൾ കട്ട് ചെയ്യുമ്പോൾ വിധി വല്ലാത്തൊരു കോൺഫിഡൻസിലായി തോന്നുന്നുണ്ടായിരുന്നു. പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചിരുന്ന അവൾ അതേ സമയം തന്നെ അവളുടെ പേരും വിളിച്ചിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ വിധിയിലെ ജീവന്റെ മുഖം നിറഞ്ഞു നിന്നു. തനിക്ക് മുന്നിലായുള്ള എക്സിക്യൂട്ടീവ് ഡ്രസ്സിലിരിക്കുന്ന മാനേജർ ഇംപ്രസ് ചെയ്യിക്കാൻ അവളുടെ ഡിസൈനേഴ്സ് കഴിഞ്ഞു. അയാൾ അവളോട് ഈ പ്രോജക്റ്റ് സെലക്ഷൻ ആയി എന്ന് അവൾക്ക് കൈ നൽകി പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞിരുന്നു. അതെ, സന്തോഷത്തോടെ അവൾ തിരികെ പോകുന്നത് വരെ അയാൾ കാത്തിരുന്നു. എന്നിട്ട് തന്റെ ചെവിയിലുണ്ടായിരുന്ന ഇയർഫോണിൽ കൊടുക്കാൻ "സോ ഇറ്റ്സ് ഡൺ." അത് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും വരുന്ന വ്യക്തി തന്റെ മുന്നിലായുള്ള മോണിറ്ററിൽ കൂടി വിധി പുറത്തേക്ക് പോകുന്നത് നോക്കുന്നുണ്ട്. എന്നിട്ട് ഉച്ചത്തോടെ പറഞ്ഞു, "നീ എന്റെ എതിരാളി അല്ലായിരുന്നു, പക്ഷെ നീ അവനെ സ്നേഹിച്ചു,
അതാണ് നീ ചെയ്ത തെറ്റ്, വലിയ തെറ്റ്. അതിനുള്ള ശിക്ഷ തരും ഞാൻ. അവൻ ഇഷ്ടപ്പെടുന്ന എല്ലാത്തിനെയും അവനിൽ നിന്ന് അകറ്റും ഞാൻ, നിന്നെയും. പറഞ്ഞുകൊണ്ട് അവൻ മുന്നിലായിരിക്കുന്ന ഫോട്ടോയിൽ നോക്കി. ജീവന്റെ ഭംഗിയുള്ളൊരു ഫോട്ടോ. അതിലേക്ക് അവൻ തന്റെ കയ്യിലുള്ള ഒരു കൂർത്ത വസ്തു കുത്തിയിറക്കി. എന്നിട്ടും വല്ലാത്ത ഭാവത്തോടെ ചിരിച്ചു. ക്രൂരത നിറഞ്ഞ, ആരെയും ഭയപ്പെടുന്ന ചിരി. തുടർന്ന് അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ.